ഹലോ മക്കളെ, അവൻ നമ്മുടെ ഹോർമോണിൻ്റെ ചാപ്റ്ററിന് നിർബന്ധമായി പഠിക്കേണ്ട ഒരു സാധനം പറഞ്ഞു തരട്ടെ. ഇത് നോക്കി വെച്ചുക്കോ, നിർബന്ധമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ഇവിടെ ഒരു നമ്മൾ ഹോർമോണുമായി ബന്ധപ്പെട്ട അണ്ടസ്രാവി ഗ്രന്ഥിയുമായി, അതായത് എൻഡോക്രൈൻ ഗ്ലാൻസുമായി ബന്ധപ്പെട്ട ഏതോ ഒരു രോഗം തന്നെ അതിൻ്റെ ഒരു നമുക്കൊരു സൂചന തന്നെ, ഹിൻസ് തന്നെ. അതായത് ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, അയഡിൻ്റെ അപര്യാപ്തത. അപ്പോൾ തന്നെ മനസ്സിലായി അയഡിൻ്റെ അപര്യാപ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതോ ഒരു രോഗമാണ് നമുക്ക് മനസ്സിലായി. നോക്കിക്കോട്ടോ, നെയിം ദ ഡിസീസ്. ഇത് ഏത് രോഗമാണ്? അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ രോഗത്തിൻ്റെ പേരെന്താടാ? ഗോയിറ്റർ അല്ലേ? ഗോയിറ്റർ. ഇത് ഏത് ഗ്ലാൻഡിനാണ്, ഏത് ഗ്രന്ഥിക്കാണ് ബാധിക്കുക വെച്ചാൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, തൈറോയ്ഡ് ഗ്രന്ഥിക്കാണ്. അപ്പം തൈറോയ്ഡ് ഗ്ലാൻഡിലെ ആ ഗോയിറ്ററിൻ്റെ ഭാഗം പഠിക്കാതെ പോകരുത്, അതിൻ്റെ സിംറ്റംസ്. അപ്പോൾ ഈ ഒരു പെട്ടി എൻ്റെ മക്കൾ പഠിക്കണം. അപ്പോൾ ഗോയിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താടാ? തൈറോയ്ഡ് ഗ്രന്ഥിക്കുണ്ടാകുന്ന നിരവധി തകരാറ്, വേരിയസ് ഡിസോർഡേഴ്സ് തൈറോയ്ഡ് ഗ്ലാൻഡ്, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ, അയഡിൻ്റെ അപര്യാപ്തത മൂലം. അപ്പോൾ എൻ്റെ മക്കൾ മനസ്സിലാക്കാം, തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാക്കുന്ന തൈറോക്സിൻ ഉണ്ടാകണമെങ്കിൽ അവിടെ എന്ത് വേണം? അയഡിൻ വേണം. ഈ അയഡിൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗത്തെ പേരാണ് ഗോയിറ്റർ. ഇതിന് ലക്ഷണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാൾക്ക് നോക്കടാ, ആ കഴുത്തിലുണ്ടാവും നല്ല സ്വെല്ലിങ്, വീർത്ത് വരും, ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്, ഭക്ഷണം കഴിക്കാൻ എന്തുണ്ടാവുക? ബുദ്ധിമുട്ടുണ്ടാവുക. അതാ കഴുത്തിലുണ്ടാവുന്ന വീക്കം, ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ട്. ഇതാ സ്വെല്ലിങ് ഇൻ ദ നെക്ക് റീജിയൻ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ സ്വാലോയിങ്. ഈ ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ നിർബന്ധമായി പഠിച്ചു പോകണം.